നാളെ വൈകിട്ട് 4:30 പാർട്ടി ആസ്ഥാനത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഈ കോയമ്പേടുള്ള പാർട്ടി ആസ്ഥാനത്തും അതുപോലെ ചെന്നൈ യിലുള്ള രാജാജി ഹാളിലുമായിരിക്കും പൊതുദർശനം എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതിനും പാർട്ടി ആസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പേട് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും മൃതദേഹം അല്ലെങ്കിൽ ഭൗതികശരീരം ഇപ്പോഴും കോയമ്പേടുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വഴിയിലാണെന്നാണ് അറിയുന്നത്. അത്രയും പാർട്ടി പ്രവർത്തകർ ഈ ആസ്ഥാനത്തേക്കുള്ള വഴിയിൽ തടിച്ചുകൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഭൗതിക ശരീരം ഇപ്പോഴും എത്തിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഉച്ച മുതൽ ഈ ഭൗതിക ശരീരം പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. നിരവധി പാർട്ടി പ്രവർത്തകർ, തെക്കൻ തമിഴ്നാട്ടിലടക്കം നിരവധി പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ വിജയകാന്തിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഉണ്ടാകും. നിരവധി പ്രമുഖർ എന്തായാലും ഇവിടെ ദുഃഖാഞ്ജലി അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിച്ചേരും. നാളെ തമിഴ് സിനിമാ ലോകത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള ഒരു പ്രവൃത്തിയും നാളെ ഉണ്ടാകില്ല. ഒരു ദുഃഖാചരണം തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിവീഷ്.